ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സവാളയൊന്നും ചേർക്കാതെ പച്ചക്കറികളൊന്നും വഴറ്റി സമയം കളയാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്റ്റൂ റെസിപ്പിയുടെ വീഡിയോ ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 8 മണിക്കൂറോളം കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചപ്പട്ടാണിയാണ്. അത് മുങ്ങിക്കടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും ആവശ്യത്തിന് കല്ലുപ്പും ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 4 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. സ്റ്റീം പോയതിനു ശേഷം ഞാൻ കുക്കർ തുറന്ന് നോക്കുകയാണ്. ഇവിടെ ഇപ്പോൾ പച്ചപ്പട്ടാണി 80% വെന്തിട്ടുള്ളൂ. എന്തായാലും ബാക്കി പച്ചക്കറികളൊക്കെ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങും ക്യാരറ്റും മാത്രമാണ്. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, ആവശ്യത്തിനുള്ള കല്ലുപ്പ്, കുറച്ച് കറിവേപ്പില എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് കുക്കർ അടച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഈ ഒരു സമയം കൊണ്ട് പച്ചപ്പട്ടാണി ബാക്കിയുള്ള 20%, പിന്നെ ഇപ്പോൾ ചേർത്തിരിക്കുന്ന പച്ചക്കറികൾ നന്നായി തന്നെ വെന്തിട്ടുണ്ടാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയാണ് വേണ്ടത്. പച്ചക്കറികൾ മുഴുവനായിട്ടൊന്നും ഉടഞ്ഞു പോകണ്ട കേട്ടോ, എന്നാലും കുറച്ചൊക്കെ ഒന്ന് ഉടഞ്ഞിരിക്കുകയും വേണം. എന്നാലേ നമ്മുടെ കറിക്ക് നല്ലൊരു തിക്നെസ് ഉണ്ടാവുള്ളൂ. എന്തായാലും ഇതൊരു സൈഡിലിരിക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാൽ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ അരമുറി നാളികേരം ചിരകിയിട്ട് അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. 1 പാൽ 2 പാലിന് തനിയൊന്നും എടുത്തിട്ടില്ല, ഒന്നിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. അത് ഈ ഉടച്ചു വെച്ചിരിക്കുന്ന പച്ചക്കറിയുടെ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ കാണിക്കുന്ന കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കേണ്ടത്. ഒരുപാട് തിക്കാവരുത്, കാരണം ഇത് ആറിക്കഴിഞ്ഞാൽ വീണ്ടും കുറുകാൻ തുടങ്ങും. അപ്പോൾ അത് കാരണം അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അവസാനമായിട്ട് കുറച്ച് പച്ചക്കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി തൂവി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. തേങ്ങാപ്പാൽ എടുക്കുന്നത് ഒഴിച്ചാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഇതിൽ പെട്ടെന്ന് റെഡിയായി കിട്ടും അല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം. എല്ലാവർക്കും നന്ദി.